കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിനുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഒരവസരം കൂടെ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പഠിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. പ്രാരംഭമായിട്ട് നമുക്ക് അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഭാവികളെ കൈകളെ കുടിപ്പാക്കുവിൻ, പിന്മറ്റുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു വരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇവിടെ വായിച്ച ഈ വേദഭാഗത്ത് 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളെ നാം ഒന്ന് പഠിക്കുമ്പോൾ ഇവിടെ യാക്കോബ് 6 കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമതായിട്ട് 7-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. നാം വായിക്കുന്ന പ്രകാരമാണ് ദൈവത്തിന് കീഴടങ്ങുവിൻ. ഒന്നാമതായിട്ട് ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഇത് ഒരു മിലിറ്ററി വാക്കാണ്, മിലിറ്ററി പദമാണ് കീഴടങ്ങുവിൻ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നമുക്കറിയാം, ഉഗ്രവാദികളും തീവ്രവാദികളും ഭീകരന്മാരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ, അപകടമാണ് എന്ന് കാണുമ്പോൾ, നിസ്സഹാരായി തീരുമ്പോൾ അവർ ആയുധം വെച്ച് കീഴടങ്ങും. അപ്പോൾ അവർ നിരുപാധികം കീഴടങ്ങുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ തുടർന്ന് ഞങ്ങൾ അനുസരണമുള്ളവരായി നിയമത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാം എന്നാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നതിൻ്റെ ഉദ്ദേശം. നല്ല മനുഷ്യരായി ഞങ്ങൾ ജീവിക്കാൻ ശ്രമിക്കാം എന്നൊക്കെയാണ് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ ശാന്തനായി അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു തുറന്നു പറച്ചിലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ കീഴടങ്ങുകയും, അഥവാ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെയല്ല ഇനി ജീവിക്കേണ്ടത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ കീഴടങ്ങുകയും. ഈ ഒരു ക്രിയാപദം പല പ്രാവശ്യം തിരുവെഴുത്തിലെ പുതിയ നിയമത്തെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന അതേ വെർബ് തന്നെ പലയിടത്തായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനം 13:1 നാം കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അപ്പോൾ ദൈവമക്കൾ വേർപെട്ടവരാണ്, ലോകത്തോട് വേർപെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ തന്നെയും ഏതൊരു വിശുദ്ധനും ഏതൊരു ഭക്തനും നിയമങ്ങൾക്ക് വിധേയരായിട്ട് ജീവിക്കേണ്ട ആവശ്യമാണ്. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമാണ്. അതേത് ഭരണകൂടമാണ് അധികാരത്തിൽ ഇരിക്കുന്നത് വിഷയമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് വിഷയമല്ല. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് ദൈവസഭ എപ്പോഴും കീഴടങ്ങിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് എഫേസ്യർ 5:21 മുതൽ 24 വരെ ഭാഗങ്ങളെ കടന്നു വരുമ്പോൾ ഈ വെർബ് അവിടെയും വരികയാണ്, ഈ ക്രിയാപദം അവിടെയും വരികയാണ്. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അവിടെയും അതേ അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 പത്രോസ് 5:2-18 വായിക്കുന്നു, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ ഇവിടെയും വായിക്കുന്നത് ഒന്ന് തന്നെയാണ്. സകല വിശ്വാസികളിലും ഒരു കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒന്നും ഈ ഭാഗങ്ങളിടത്ത് പോലും കീഴടക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് എന്താണ്, അവരവർ സ്വയം കീഴടങ്ങിയിരിക്കണം. കാരണം ദൈവത്തോടായിരിക്കുന്ന ബഹുമാനവും ദൈവത്തോടായിരിക്കുന്ന സ്നേഹവും ദൈവീയ പ്രമാണവും മുമ്പിൽ കണ്ടുകൊണ്ട് അവരവർ സ്വയമായിട്ട് ദൈവസേനയിൽ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുകയാണ്. യാക്കോബ് തന്നെയാണ് സഭയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ കീഴടങ്ങിയിരിപ്പി. രണ്ടാമതായിട്ട് 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് കിടന്നു വരുമ്പോൾ പിശാചിനോട്
എതിർത്ത് നിൽപ്പീൻ എന്ന് പറയുകയാണ്. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എങ്ങനെയാണ് പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുക? പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് ഒരിക്കലും പോകത്തില്ല. അങ്ങനെ പോകുന്നവനല്ല പിശാച്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യം 6 നാം കാണുകയുണ്ടായി, താഴ്മയുള്ളവർക്ക് അവനെന്ത് കൊടുക്കുന്നു? അധികം കൃപ കൊടുക്കും. വിനയവും താഴ്മയും ഭവതയുള്ളവർക്ക് ദൈവം അധികമായിട്ടുള്ള കൃപ കൊടുക്കും. ഇപ്പൊ കൃപയുണ്ടെങ്കിൽ മാത്രമേ ആരോട് എതിർക്കാൻ പറ്റുകയുള്ളൂ? പിശാചിനോട് എതിർക്കാനായിട്ട് പറ്റുകയുള്ളൂ. കൃപയില്ലാതെ പിശാചിനോട് പോരടിക്കുവാനായിട്ട് എതിർക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, മഹാപുരോഹിതനായിരിക്കുന്ന സ്കേവാവിൻ്റെ 7 പുത്രന്മാർ ചെന്ന് പിശാച് ബാധിച്ച ഒരുത്തരോട് പറയുകയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവനെ വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ പിശാച് ബാധിച്ച അവൻ ചോദിക്കുകയാണ്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങളാരാണ്? അപ്പോൾ എന്തൊക്കെയോ കണ്ടുകൊണ്ട് 7 പേര് ധൈര്യമായിട്ട് പറയുകയാണ്, അവനെ വിട്ടുപോകാൻ പറയുകയാണ്. പിശാച് ചോദിക്കുകയാണ്, നിങ്ങളാരാണ്? എന്താണ് ഇവിടുത്തെ പരാജയം സംഭവിച്ചത്? ദൈവകൃപയില്ലാതെ പിശാചിനോട് പോരാടാൻ പോയതിൻ്റെ തിക്ത ഫലമാണ് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പിശാചിനോട് എതിർക്കുവാൻ കഴിയുന്നത്? പിശാചിനോട് എതിർക്കുവാൻ കഴിയുന്നത് യാക്കോബ് വ്യക്തമായിട്ട് മുന്നുള്ള വാക്യം പറയുന്നുണ്ട്, ദൈവവചനത്തിലായിരിക്കുന്ന ആശ്രയവും അഥവാ ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയവും, ഞാൻ നിസ്സഹായനാണ്, എന്നെക്കൊണ്ട് സാധ്യമല്ല, ദൈവകൃപയിൽ ദൈവവചനത്തിലായിരിക്കുന്ന പൂർണ്ണ ആശ്രയവും പ്രാർത്ഥനാ ജീവിതവും സമർപ്പണ ജീവിതവും മാതൃകാപരമായിട്ടുള്ള ജീവിതവും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണെന്ത്? കൃപ എന്ന് പറയും. അവരുടെ മേൽ ഇങ്ങനെയുള്ളവർക്ക് ദൈവം അധികമായിട്ട് കൃപ നൽകുകയാണ്. ഇങ്ങനെ കൃപ പ്രാപിച്ചവരുടെ മുമ്പിൽ പിശാചിന് പിടിച്ചെടുക്കുവാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ പിശാച് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. പിശാച് ഏറ്റവും പേടിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയും. അപ്പോൾ യാക്കോബ് പറയാണ്, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ അധികം കൃപ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. എന്തിനാണ്? ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന സകല പ്രതിസന്ധികൾ നേരിടുവാനായിട്ട് അധികം കൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ശക്തികളോട് എതിർക്കുവാൻ കൊണ്ട് കഴിയുള്ളൂ. 3-ാമതായിട്ട് യാക്കോബ് പറയുന്ന 8-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ, ദൈവത്തോട് അടുത്തു വരുവീൻ. 3-ാം പറയാണ്, നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുവീൻ. ജീവിക്കുന്നവനും നിത്യനും സർവശക്തനുമായ ദൈവത്തോട് നിങ്ങൾ അടുത്തു വരുവീൻ. അഥവാ നിങ്ങൾക്ക് ദൈവവുമായിട്ട് അടുത്ത കൂട്ടായ്മ ബന്ധം ഉണ്ടാകണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കലും വഷളായി പോവാതെ നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കണം. എപ്പോഴും ദൈവത്തോട് അടുത്ത് വരുവീൻ. എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അതായത് നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അതുപോലെ സിസ്റ്റംസൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഫർമേഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനെ നന്നായി വരികയുള്ളൂ. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇംഗ്ലീഷിൽ പ്രകാരം പറയാറുണ്ട്, കീപ്പ് ഇൻ ടച്ച് വിത്ത് അസ് ഓർ കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ, വിൽ ബി ഇൻ ടച്ച് വിത്ത് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിരന്തരമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആരോട് അടുത്തില്ലാൻ പറ്റുകയുള്ളൂ? ദൈവത്തോട് അടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തോട് അടുത്തു വരിക എന്നുള്ള വിഷയം. പുരോഹിതന്മാരോട് പല പ്രാവശ്യങ്ങളായിട്ട് യഹോവ ദൈവം കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. നിങ്ങൾ വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ശുദ്ധീകരണത്തോടുകൂടി നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരണം. അശുദ്ധരായിട്ട് ദൈവസേന വരുവാൻ പാടില്ല. 145-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ പ്രാർത്ഥന വായിക്കുന്നുണ്ട്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കും. അപ്പോൾ സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന
ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന, ആത്മാർത്ഥമായി ദൈവത്തോട് അടുത്തു വരുന്ന ആ വ്യക്തിക്ക് എന്താണ് ഉണ്ടാകുന്ന അനുഭവം? യഹോവ അവർക്ക് സമീപസ്ഥനാണ്, ദൈവം അവരോട് കൂടെയുണ്ട് എന്ന് കാണാൻ കഴിയുകയാണ്. ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യവും സാധിക്കുവാൻ പറ്റുകയില്ല. നാം നമ്മുടെ ജീവിതത്തെ പാപത്തിൽ വീഴാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ച് നമ്മെ തന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മോട് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തോട് അടുക്കുന്നതിലും ദൈവത്തോട് അകലുന്നതിലും എല്ലാം നാം തന്നെയാണ് കാരണക്കാരൻ. ആരെയും നമുക്ക് വഴിയാലുവാൻ പറ്റത്തില്ല. ഇവിടെ യാക്കോബ് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തോട് ഒരു വിശുദ്ധൻ, ഒരു ദൈവത്തിൽ അടുത്ത് ചെന്നാൽ പിശാച് അവനെ വിട്ട് ഓടിപ്പോകും. അതേ സമയത്ത് ദൈവത്തോട് അവൻ അകന്നാൽ പിശാച് അവനോട് അടുത്ത് വരും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് പോയിന്റ് എങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിക്കണം. നാം ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ പിശാച് നമ്മോട് അടുക്കാൻ പറ്റുകയില്ല. ദൈവത്തിൽ മാറി നിൽക്കുകയാണെങ്കിൽ സാത്താൻ നമ്മോട് അടുത്ത് വരും. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് അടുത്ത് വരികയും ഞാൻ നിങ്ങളോട് അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുകയാണ്. ഈ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ചെന്നായ്ക്കൾ ആടിനെ ആക്രമിക്കുവാനായിട്ട് വരുന്നത്. എന്നാൽ ആളുകളെല്ലാം കൂട്ടമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇടയനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ചെന്നായും ആടിനെ ഉപദ്രവിക്കുകയില്ല. കൂട്ടം തെറ്റി മാറി നിൽക്കുന്നുവെങ്കിൽ ആക്രമണത്തിന് വിധേയമായെത്തിരും. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയുടെ ബന്ധങ്ങൾ ഊഷ്മളമായിരിക്കണം പറയുന്നത്. നമുക്ക് കൂട്ടായ്മ ബന്ധങ്ങൾ ആവശ്യമാണ്, പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്, പരസ്പരം കൂടി വരേണ്ട ആവശ്യമാണ്, സഭാബന്ധങ്ങൾ അത് നന്നായ രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ആവശ്യമാണ്. ഒരു കൂട്ടമായിട്ട്, ഒരു ടീമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റപ്പെട്ട അനുഭവത്തിൽ കഴിയുന്നുവെങ്കിൽ നാം പരാജയപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കൂട്ടായ്മയുടെ ഊഷ്മളമായിരിക്കുന്ന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ഇവിടെ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നാലാമത് പറയുകയാണ്, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ അവിടെ താമ്രത്തൊട്ടിയുണ്ട്. ആ താമ്രത്തൊട്ടിക്കകത്ത് വെള്ളം കരുതിയിട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് കൈകാലുകൾ കഴുകിയ ശേഷമേ ശുശ്രൂഷയ്ക്കുമായിട്ട് പ്രവേശിക്കുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അതിപ്രധാനമായിട്ടുള്ള ശുശ്രൂഷയാണ് ചെയ്യുവാൻ പോകുന്നത്. അതിൻ്റെ ആയിരിക്കുന്ന ഗൗരവത്തോടുകൂടി, അതിൻ്റെ ആയിരിക്കുന്ന ഭക്തിയോടുകൂടി, അതിൻ്റെ ആയിരിക്കുന്ന വിശുദ്ധിയോടുകൂടി ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. അല്ല എങ്കിൽ മരണമായിരിക്കും സംഭവിക്കുന്നത്. ഇത് തലമുറയായി നിങ്ങളുടെ ഒരു ചട്ടമായിരിക്കണമെന്ന് ഇസ്രായേലിനോട് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 30-40 വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവഭക്തൻ്റെ കൈകളൊന്നും ശുദ്ധമായിരിക്കണം. ഒരു വിശ്വാസിയുടെ കൈകളൊന്നും ശുദ്ധമായിരിക്കണം. അനീതിയുടെ യാതൊരു പ്രവൃത്തികളും നമ്മുടെ കൈകളിൽ കൂടി കയറി ഇറങ്ങുവാൻ സമ്മതിക്കരുത്. അയോഗ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കൈകളിൽ കൂടി കയറി ഇറങ്ങുവാൻ സമ്മതിക്കരുത്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പോലും നമ്മുടെ കൈകളിൽ കൂടി കയറി ഇറങ്ങുവാൻ സമ്മതിക്കരുത്. നമ്മുടെ കൈകൾ എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. അഥവാ കഴുകുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കൈകളൊന്നും ശുദ്ധമായിരിക്കണം. നമ്മുടെ കൈകളിൽ കൂടി എന്തൊക്കെയാണ് കടന്നു പോകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവോട് ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ കൈകളെ ശുദ്ധമായിരിപ്പീൻ, വെടിപ്പാക്കുവീൻ എന്ന് പറയുകയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി കുറച്ച് വർഷങ്ങൾ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ട് അവിടെ പ്രവർത്തിച്ചു. ആ സമയത്താണ് പഞ്ചസാര കുംഭകോണം ഉണ്ടായത്. പഞ്ചസാര കുംഭകോണത്തിൽ പെട്ടെന്ന് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് നേരെ തിരിച്ച് കേരളത്തിൽ വന്നു. എയർപോർട്ടിൽ വന്ന് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകർ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുണ്ടായി, എൻ്റെ കൈകൾ സ്കാൻ ചെയ്താലും ശുദ്ധമായിരിക്കും. എന്ന് വെച്ചാൽ എനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം. അനീതി നിറഞ്ഞ ലോകത്തിലാണ് നാം പാർക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നാം ഏർപ്പെടുന്നത്, എന്തെല്ലാം ക്രയവിക്രയങ്ങളാണ് നാം ചെയ്യുന്നത്, എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകളാണ് നാം ചെയ്യുന്നത്.
അവിടെയെല്ലാം ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, എപ്പോഴും എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റിലും നമ്മുടെ കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം. യാക്കോബ് പറയാണ്, നിങ്ങളുടെ കൈകളെ ശുദ്ധമാക്കുകയും. അഞ്ചാമതായിട്ട് പറയുകയാണ്, നിങ്ങൾ ഹൃദയം ശുദ്ധീകരിപ്പിൻ. ഹൃദയം ശുദ്ധീകരിപ്പിൻ. കാരണം നിങ്ങൾ ഇരുമനസ്സുള്ളവരാണ്. അങ്ങനെയുള്ളവർ നിങ്ങൾ അനുദപിക്കുവാനായിട്ട് തയ്യാറാകണം, പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ചില കാര്യങ്ങൾ, ചില ചിന്തകൾ, ചില പ്രവണതകൾ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നിരക്കാത്ത, ദൈവനീതിക്ക് നിരക്കാത്ത, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ചിന്താഗതികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. അതിനെ നാം എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യണം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം, ചില ഫയൽസുകളും ചില ഫോൾഡറൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് നാം. അത് ആവശ്യമില്ലാതെ വരുമ്പോൾ നാം അതിനെ ഡിലീറ്റ് ചെയ്യും, അതിനെ തുളച്ചു കളയും. പക്ഷെ വേറെ പ്രത്യേകതയുണ്ട്, ഡിലീറ്റ് ചെയ്താലും അത് ചിലപ്പോൾ റീസൈക്കിൾ ബിന്നിനകത്ത് പോയി കിടക്കും. റീസൈക്കിൾ എന്ന് പറയുന്ന ഒരു കൊട്ട പോലൊക്കെ സാധനത്ത് പോയി കിടക്കും. ഡിലീറ്റ് ചെയ്തു, തുടച്ചു കളഞ്ഞു, പക്ഷെ എങ്കിലും പോയി എവിടെ കിടപ്പുണ്ട്? റീസൈക്കിൾ ബിന്നിൽ കിടക്കുകയാണ്. അത് വീണ്ടും നമുക്ക് റീട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നിന്ന് പോയി എന്നാൽ തന്നെയും സിസ്റ്റത്തിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്നാൽ ആ റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ സാധനം അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോവുകയുള്ളൂ. പലപ്പോഴും നമുക്ക് വേണ്ട എന്ന് പറയുന്നതും ഉപേക്ഷിച്ച പല കാര്യങ്ങളും അറിയാതെ ചിലപ്പോൾ നമ്മൾ റീട്രൈവ് എടുക്കാറുണ്ട്. അത് അപകടമാണ്. നിങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിപ്പിൻ. വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും അതിനെ ഉപയോഗിക്കുവാൻ ഇടയാകരുത്. എന്നേക്കുമായിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുക, സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിനെ തുടച്ചു കളവീൻ എന്നാണ് ഇവിടെ യാക്കോബ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവീൻ, പാപത്തെ ഓർത്ത് അപരാധങ്ങളെ ഓർത്ത് വിലപിപ്പീൻ. അതായത് ചില വിഷയങ്ങൾ നിങ്ങളെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവനീതിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർത്ത് പശ്ചാത്തപിപ്പീൻ, അതിനെ ഓർത്ത് കരയുവീൻ. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിപ്പീൻ എന്ന് പറയുകയാണ്. ആദ്യം ആവശ്യമായിരിക്കുന്നത് ഒരു അനുതാപമാണ്, ഒരു പശ്ചാത്താപമാണ്. എന്നിട്ട് യാക്കോബ് പറയാണ്, നാം നമ്മെ കുറ്റം വിധിക്കണം, നമ്മെ ഓർത്ത് നാം ലജ്ജിക്കണം. മറ്റുള്ളവരെ ഓർത്ത് ലജ്ജിക്കുകയല്ല, നാം നിന്നെ തന്നെ ഓർത്ത് ലജ്ജിക്കുക. എൻ്റെ പ്രവൃത്തികളെ കണ്ടുകൊണ്ട്, എൻ്റെ സ്വഭാവരീതികളെ കണ്ടുകൊണ്ട്, ഞാൻ ചെയ്തു പോയ, പറഞ്ഞു പോയ, ചിന്തിച്ചു പോയായിരിക്കുന്ന ഹൃദയത്തിൻ്റെ അത് സകല വികാരങ്ങളെയും വിചാരങ്ങളെയും അത് പാപപ്രവൃത്തികൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുക, നിന്റെ ഹൃദയത്തെ നീ തന്നെ കുറ്റം വിധിക്കുക. ഇതൊന്നും മനുഷ്യൻ്റെ മുമ്പാകെ പോയി ചെയ്യേണ്ട പ്രവൃത്തിയല്ല, ഈ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ പോയിരുന്ന് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. നിന്നെ തന്നെ ശോധന ചെയ്തിട്ട് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുക, എന്നിട്ട് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അങ്ങനെ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എന്നുവെച്ചാൽ ചില വിഷയങ്ങളെ ഓർത്ത് ചിരിക്കുന്നുണ്ടെങ്കിൽ അനുദപിച്ച് അതിനോർത്ത് ദുഃഖിക്കുക. ചില വിഷയങ്ങളെ ഓർത്ത് സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിനോർത്ത് വിഷാദിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് ഹൃദയത്തെ ശുദ്ധീകരിപ്പി എന്ന് പറയുകയാണ്. യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5:15-16 പ്രകാരം വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു, ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. അത് ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു മടങ്ങി വരവിൻ്റെ ആയിരിക്കുന്ന ഒരു ചിന്തയാണ്. നമുക്ക് യെശയ്യാപ്രവചനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ അനേക പ്രാവശ്യം യെശയ്യാ പറയുന്നുണ്ട്, അവർക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുകയാണ്. മറ്റുള്ളവരെ ഓർക്കുമ്പോൾ, മറ്റുള്ളവരുടെ അവസ്ഥ കാണുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുകയാണ്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യെശയ്യാ പറയാണ്, എനിക്കയ്യോ കഷ്ടം, ഞാൻ അശുദ്ധി നിറഞ്ഞ അതിരമുള്ള മനുഷ്യനാണ്,
എനിക്ക് അയ്യോ കഷ്ടം. അവൻ സ്വന്തമായി ഒന്ന് വിലയിരുത്തിയപ്പോൾ, അവൻ്റെ ജീവിതത്തെ മൊത്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ യെശയ്യാ പറയുവാണ്, എനിക്ക് അയ്യോ കഷ്ടം. ആറാമതായിട്ട് യാക്കോബ് പറയുന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് താഴ്മ എന്ന് പറയുന്നത്. താഴ്മയിൽ നിന്നാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ തുടക്കം എന്ന് പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഞാൻ ചിന്തിച്ചത്, താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? അധികം കൃപ കൊടുക്കണം. അപ്പം നമ്മുടെ താഴ്മയിൽ നിന്നാണ് നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെ ആരംഭിക്കുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 10 മുതൽ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് എവിടെ പോകുന്നു? ദേവാലയത്തിൽ പോകുന്നു. ഒരാൾ ആരാണ്? പരീശനും, വേറൊരാൾ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് അവൻ്റെ യോഗ്യതകളെ പറ്റിയാണ് പറയുന്നത്. അവൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം പറയുകയാണ്. എന്തെല്ലാം യോഗ്യതയുണ്ടോ, ഞാൻ എന്തെല്ലാം ചെയ്തോ, അതിനെല്ലാം ഓരോന്നോരോന്ന് പറയുക. അവൻ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാറില്ല, ഞാൻ അനീതിയായിട്ടൊന്നും ചെയ്യാറില്ല, വ്യഭിചാരത്തിൽ ഞാൻ ഏർപ്പെടാറില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഉപവസിക്കുന്നുണ്ട്, കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല യോഗ്യതകളെപ്പറ്റി എല്ലാം പറയുക. ഈ പറഞ്ഞതിനകത്തൊന്നും ഒരു അപാധയും കാണുന്നില്ല. ഞാൻ ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല, നീതികെട്ട പ്രവൃത്തി ചെയ്യുന്നില്ല, ഇതിനകത്തൊന്നും ഒരു അപാധയും കാണുന്നില്ല. പക്ഷെ അവന് പറ്റിയ പരാജയം എന്ന് പറയുന്നത്, തൊട്ട് സമയമേ മാറി നിൽക്കുന്ന ചുങ്കക്കാരനെ നോക്കിക്കൊണ്ട് പറയാണ്, ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. അതാണ് അവന് പരാജയം സംഭവിച്ചത്. അവനെ വിധിക്കുവാനായിട്ട് ഇവൻ തയ്യാറായി. എന്നാൽ ചുങ്കക്കാരൻ ചെയ്യുന്നതാണ് അറിയാമോ? അവൻ മാറി നിന്നുകൊണ്ട്, മാറി തെളിച്ചുകൊണ്ട്, ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് കരഞ്ഞ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിന് സന്നിധി താഴുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ പരീക്ഷ സംബന്ധിച്ചോളം അവൻ താഴുവാനായിട്ടോ വിധേയപ്പെടുവാനായിട്ടോ അവൻ തയ്യാറാകുന്നില്ല. മറിച്ച് അവൻ്റെ യോഗ്യതകളെ എണ്ണി എണ്ണി പറവാൻ തയ്യാറായിത്തീർന്നു. എന്താണ് സംഭവിച്ചത്? അവൻ ചുങ്കക്കാരൻ എങ്ങനെ വീട്ടിൽ പോയി? എങ്ങനെയാണ് അവൻ മടങ്ങിപ്പോയത്? നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി. എന്ന് വെച്ചാൽ ദൈവം അവനെ നീതിമാനായി പ്രഖ്യാപിച്ചു. അവൻ നീതിമാനായിട്ട് തൻ്റെ ഭവനത്തിലോട്ട് മടങ്ങിപ്പോയി എന്ന് കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ശിമോൻ പത്രോസ് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് ഞാൻ പറയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ എന്ന് പത്രോസ് പറയുകയാണ്. ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ട് നീ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു താഴ്മ ധരിക്കുന്ന ഒരു ദൈവത്തിനെ ദൈവം എല്ലാ കാലത്തും ആദരിക്കും. യാക്കോബും പത്രോസും ഒരുപോലെ പറയുന്നുണ്ട്. യാക്കോബ് അഭിപ്രായം പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ കാണും. യാക്കോബ് തന്നെയാണ് അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ ഇടയായിത്തീരും. ഇപ്പം യാക്കോബും പത്രോസും ഒരേ സ്വരത്തിൽ പറയുകയാണ്, താഴ്മ ധരിക്കുന്നവരെ ദൈവം എല്ലാ കാലവും ഉയർത്തും. അപ്പോൾ 6 കാര്യങ്ങൾ യാക്കോബ് ഈ 7 മുതൽ 10 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. 1, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പായി കീഴടങ്ങിയിരിക്കണം. 2, നിങ്ങൾ പിശാചിനോട് സദാകാലവും എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. 3, നിങ്ങൾ ദൈവത്തോട് എപ്പോഴും അടുത്തു വരുന്നവരായിരിക്കും. 4-ാമതായിട്ട് നിങ്ങളുടെ കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കട്ടെ. 5-ാമതായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിപ്പീൻ. 6-ാമതായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. ഈ 6 കാര്യങ്ങൾ യാക്കോബ് സഭയോട് പറയാണ്, ഈ കാര്യങ്ങളെ സൂക്ഷിക്കുവാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിപ്പീൻ എന്ന് പറയുകയാണ്. ഇനി 11-12 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തിന് കാരണമായി തീരാവുന്ന മറ്റൊരു വിഷയത്തെപ്പറ്റി ഇവിടെ യാക്കോബ് പറയുകയാണ്. ദൈവമക്കളുടെ ഇടയിൽ അഥവാ നിങ്ങൾക്ക് പാപത്തിന് കാരണമായി തീരുവാൻ ഇടയായിത്തീരുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അന്യോന്യം ദുഷിക്കുവാനായിട്ട് പാടില്ല. നിങ്ങൾ സഹോദരനെ വിധിക്കരുത്. അഥവാ ഒരാൾ വേറൊരാൾക്കെതിരെ മോശമായി സംസാരിക്കരുത്. ഒരാൾ വേറൊരാൾക്കെതിരെ അപവാദം പറയുവാൻ ഇടയായിത്തീരരുത്.
ചുരുക്കി പറഞ്ഞാൽ പ്രദൂഷണം പറയാനായിട്ട് പാടില്ല. പരസ്പരം വിധിക്കുവാനായിട്ട്, പരസ്പരം ദൂഷിക്കുവാനായിട്ട് ഇടയായിട്ടില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതൊരു പാപത്തിന് കാരണമായി തീരുമെന്ന് പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ ആ ക്രിയയുടെ അർത്ഥം എന്ന് പറയുന്നത്, ഉപയോഗിച്ചിരിക്കുന്ന ആ കറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത്, ഒരാൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയാതെ, അവൻ്റെ ഭാഗം കേൾക്കാതെ, ശരിയായ കാര്യങ്ങൾ അറിയാതെ, അവൻ്റെ അസാന്നിധ്യത്തിൽ അവനെപ്പറ്റി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അപവാദങ്ങൾ പറയുന്നതിനെയാണ് യാക്കോബ് പറയുന്നത്, നിന്റെ സഹോദരൻ നീ വിധിക്കരുത്, ദുഷിക്കരുത്. അവന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ അസാന്നിധ്യമാണ്, അവനവിടെ ഇല്ല. അവനില്ലാത്തപ്പോൾ അവനെതിരെ, ഒരു വ്യക്തിക്കെതിരെ ഗ്രൂപ്പായി വന്നുകൊണ്ട് അവനെതിരെ സംസാരിക്കുക. അവൻ്റെ ഭാഗം കേൾക്കുന്നില്ല, കേൾക്കാതെ വിധിക്കുവാൻ ഇടയായിത്തീരുക. അതുകൊണ്ട് യാക്കോബ് വിശ്വാസത്തിൽ പറയുകയാണ്, നിന്റെ സഹോദരനെ നീ വിധിക്കുവാൻ പാടില്ല. ഈ പ്രവണതയാണ് യാക്കോബ്, ഇങ്ങനെയുള്ള സ്വഭാവം, ഒരുവൻ്റെ അസാന്നിധ്യത്തെ അവനെപ്പറ്റി മോശമായി പറഞ്ഞ് അപവാദം പരത്തുന്നതിനെയാണ് യാക്കോബ് പറയുന്നത്, നിന്റെ സഹോദരനെ നിങ്ങൾ ദുഷിക്കരുത്, വിധിക്കരുത് എന്ന് പറയുന്നത്. ഇത്തരം പാപപ്രവൃത്തിയെ ദൈവം വെറുക്കും. സങ്കീർത്തനം 50:20 നാം വായിക്കുന്നു, സങ്കീർത്തനം 50:20 പ്രകാരം വായിക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം വെറുക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയരുത് എന്ന് യാക്കോബ് പറയാം. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ പറ്റി ഒരു ഇവാലുവേഷൻ നടത്താം. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രസംഗത്തെപ്പറ്റി നിങ്ങൾക്ക് പറയാം, എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാം, മറ്റുള്ളവരുടെ പാട്ടിനെ പറ്റി നമുക്ക് പറയാം, മറ്റുള്ള ശുശ്രൂഷയെപ്പറ്റി നമുക്ക് ഇവാലുവേഷൻ നടത്താം. എങ്ങനെയുണ്ടായിരുന്നു, എപ്രകാരമായിരുന്നു എന്നൊക്കെ ഒരു വിചിന്തനം നടത്താം, ഇവാലുവേഷൻ നടത്താം. പക്ഷെ ന്യായം വിധിക്കാൻ നമുക്ക് അവകാശമില്ല. ന്യായം വിധിക്കുവാൻ അവകാശമില്ല, അത് ദൈവത്തിനുള്ളതാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ സഹോദരനെ നീ ഒരിക്കലും ന്യായം വിധിക്കുവാൻ പാടില്ല. എന്താണ് റോയൽ ലോ? ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. റോയൽ ലോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജകീയ നിയമമുണ്ട്. അതെന്താണ്? നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കും. അതാണ് റോയൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ കൂടെ സഹോദരങ്ങളെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അവനെ ന്യായം വിധിക്കുക നിനക്ക് എന്താണ് അവകാശം? ഇവിടെ യാക്കോബ് പറയുമ്പോൾ വിധിക്കുന്നവൻ, കൂട്ടു സഹോദരനെ വിധിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ വിധിക്കുന്നു. ന്യായപ്രമാണത്തെ ദുഷിച്ചാൽ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തെ അവന് അനുസരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ന്യായപ്രമാണം ദൈവം ക്യാൻസലാക്കിയിട്ടില്ല, ഒരിക്കലും ക്യാൻസലാക്കിയിട്ടില്ല. എന്നാൽ നീ ഒരു സഹോദരനെ വിധിക്കുന്നുവെങ്കിൽ യാക്കോബ് പറയുന്നത് നീ എന്ത് ചെയ്യാണ്? ന്യായപ്രമാണത്തെ നീ വിധിക്കുന്നു. നീ ന്യായപ്രമാണത്തെ വിധിക്കുകയാണെങ്കിൽ നീ ന്യായപ്രമാണത്തെ ദൂഷിക്കുക ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവൻ പറയുന്നത് ന്യായപ്രമാണം നല്ലതല്ല എന്നാണ്. ന്യായപ്രമാണം നല്ലതല്ല, അതനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഒരു സഹോദരനെ വിധിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം എവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്? എങ്ങനെയാണ് ന്യായപ്രമാണം നമുക്ക് ലഭിച്ചത്? ന്യായപ്രമാണം എവിടെ നിന്ന് വന്നു? ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് വന്നു. അപ്പോൾ ന്യായപ്രമാണം നല്ലതല്ല എന്ന് പറയുവാൻ നീ ആരാണ് എന്ന് യാക്കോബ് ഉപയോഗിക്കുകയാണ്. ന്യായപ്രമാണം നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ ദൈവവും നല്ലതല്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു കൂട്ടു സഹോദരനെ നീ വിധിക്കുകയാണെങ്കിൽ ആരെയാണ് നീ വിധിക്കുന്നത്? ന്യായപ്രമാണത്തെയും ന്യായപ്രമാണം തന്നവനായ ദൈവവും നല്ലവനല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ന്യായപ്രമാണം തന്നവനും ന്യായം വിധിക്കേണ്ടതും ആരാണ്? ദൈവം. അപ്പോൾ ന്യായപ്രമാണം തന്നത് ദൈവമാണ്, ന്യായം വിധിക്കേണ്ടവനും ദൈവം തന്നെയാണ്. അപ്പോൾ നീ ഒരു കൂട്ടു സഹോദരനെ വിധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജോലി ആരേറ്റെടുക്കുകയാണ്? ഞാൻ ഏറ്റെടുക്കുക. അപ്പോൾ ദൈവത്തെക്കാളിൽ ഞാൻ അല്പം കൂടെ വലിയവനാവാൻ വേണ്ടി ശ്രമിക്കുക.
പ്രിയമുള്ള ദൈവ മക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ അധികാരവും പദവി എടുക്കുവാൻ നമുക്ക് അവകാശമില്ല. ലൂസിഫറിന് പറ്റിയ പരാജയം നമുക്കെല്ലാവർക്കും അറിയാം. ലൂസിഫർ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ അറിയപ്പെടുന്ന 5 wills of Satan. 5 I wills of Satan. സാത്താൻ്റെ 5 അവകാശവാദങ്ങൾ. 1, അവൻ പറയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും. 2, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. 3, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്ന് അരുളും. 4, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. 5 പറയാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും. 5 കാര്യങ്ങൾ അവൻ പറയുക. പക്ഷെ ഇതൊന്നും നടന്നില്ല. അവൻ മനസ്സിലങ്ങനെ ചിന്തിച്ചേ ഉള്ളൂ, ഇത് നടന്നില്ല. അങ്ങനെ ചിന്ത മനസ്സിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ പറഞ്ഞു, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. അവനെ തള്ളിക്കളഞ്ഞു, എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. ഞാൻ ഈ വിഷയത്തെപ്പറ്റി പണ്ടൊരിക്കൽ ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, സാറേ, ഈ സാത്താനെ ദൈവം എന്തിനാ ഈ ഭൂമിയിലോട്ട് തള്ളിയിട്ടു? അവന് ചന്ദ്രനിലെങ്ങാനും വിട്ടാൽ പോരായിരുന്നു വെച്ചു. അവിടെ മനുഷ്യരൊന്നുമില്ലല്ലോ, അവിടെ കിടക്കത്തില്ലായിരുന്നു വെച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ വേറൊരു സൗകര്യം പറഞ്ഞു, സാറേ, അവൻ ചന്ദ്രനായാലും അവൻ അവിടെ തുരങ്കം ഉണ്ടാക്കി അതിനകത്തൂടെ ഇവിടെ വരും. അപ്പോൾ ദോഷം ചെയ്യുന്നവർ, അത് സാത്താനായാലും മനുഷ്യരായാലും എവിടെ ചെന്നാലും ദോഷം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാത്രമേ മനുഷ്യനെ വിധിക്കുവാനായിട്ട് അധികാരം. നമുക്കാരെയും വിധിക്കുവാൻ അവകാശമില്ല. നമുക്ക് കറക്റ്റ് ചെയ്യാം, നന്നാക്കാൻ ശ്രമിക്കാം, പക്ഷെ ന്യായം വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ന്യായപ്രമാണം എവിടെ നിന്ന് വന്നു? ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് വന്നു. മനുഷ്യനെ വിധിക്കേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ന്യായപ്രമാണമില്ലാതെ, നിയമാനുസൃതമല്ലാതെ നീ വിധിക്കുന്നുവെങ്കിൽ ദൈവത്തെ നീ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ന്യായവിധിയെല്ലാം ദൈവത്തിനുള്ളതാണ്. ന്യായപ്രമാണത്തിലെ കർത്താവ്, ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. രക്ഷിപ്പാനും നശിപ്പിപ്പാനും അവകാശമുള്ളത് ശക്തനായവൻ ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യാക്കോബ് സഭയോട് പറയാണ്, നിങ്ങൾ കൂട്ടുസഹോദരനെ വിധിക്കുവാനായിട്ടോ ദുഷിക്കുവാനായിട്ടോ പാടില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? വളരെ ഗൗരവമായ ചോദ്യം ചോദിക്കുന്നത്. നിന്റെ കൂട്ടുകാരനെ വിധിക്കുവാൻ നീ ആരാണ്? ചില പരിഭാഷ പറയുന്നത്, നിന്റെ അയൽക്കാരനെ വിധിക്കുവാൻ നീ ആരാണ്? റോമാലേഖനം 14:4 വായിക്കുന്നുണ്ട്, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? അപ്പോൾ ഇവിടെ യാക്കോബ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ, കൂട്ടുസഹോദരൻ ഒന്നിച്ചു കൂടി വരുമ്പോൾ, അവൻ കൂടെ ഇല്ലാത്തപ്പോൾ അവനെ പരിഹസിപ്പാൻ, നിന്ദിപ്പാൻ, അവനെ പുച്ഛിക്കുവാൻ, അവനെ അവമാനിക്കുവാൻ, അവനെ നിന്ദിക്കുവാൻ നിനക്ക് അധികാരം തന്നത് ആർ എന്ന് ചോദിക്കുക. 11-ാം വാക്യത്തെ കിടന്നു വരുമ്പോൾ അവിടെ വേറൊരു കാര്യം പറയുകയാണ്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ വേറൊരു വിഷയം പറയുകയാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയും. 11-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ എത്ര കാലം കഴിക്കും? ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി ഞങ്ങൾ മടങ്ങി വരും. അപ്പോൾ അവരുടെ പദ്ധതികളെ പറ്റി ചിന്തിച്ച്, ഒരാളല്ല പറയുന്നത്, ഞങ്ങൾ നാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലും, അവിടെ 1 വർഷം താമസിക്കും, ബിസിനസ് ചെയ്യും, പണം ഉണ്ടാക്കും, മടങ്ങി വരും. വലിയ പ്രതീക്ഷ, വലിയ സങ്കല്പങ്ങളാണ്. പുരാതന കാലം മുതലേ യഹൂദന്മാർ വ്യാപാരികളാണ്. ലോകത്തിലെ ഏറ്റവും ബിസിനസ് നടത്തുന്നവർ, അത് വലിയ പ്രഭുക്കന്മാർ, വലിയ സമ്പന്നന്മാരാണ് യഹൂദന്മാർ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അവർ ബിസിനസ്സുമായിട്ട് ലോകത്ത് നാനാഭാഗങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. യാക്കോബ് എഴുതുന്ന ചുരുളി പാർക്കുന്നവരിൽ ഒരുപക്ഷെ നല്ല ശതമാനം ആൾക്കാരും
ബിസിനസ് സംബന്ധമായിട്ട് ലോകത്ത് നാനാഭാഗങ്ങളിലോട്ട് കുടിയേറിപ്പോയവരാണ്. അങ്ങനെയുള്ളൊരു ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരുപറ്റം ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലും, ഞങ്ങളവിടെ ചെന്ന് നല്ല ബിസിനസ് നടത്തും, നല്ല വ്യാപാരം ചെയ്യും, പണം ഉണ്ടാക്കും. അതിനകത്ത് എന്താ തെറ്റ് കാണുവാൻ പറ്റുന്നത്? അവരുടെ ഉദ്ദേശത്തിനകത്ത് എന്തെങ്കിലും തെറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ചിത്രത്തിൽ എന്തൊക്കെയോ ഒന്ന് മിസ്സിങ് ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, അവർ അവരുടെ ബിസിനസ്സിൽ ആരെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല? ദൈവത്തെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല. ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല, ദൈവത്തെ ക്ഷണിക്കുന്നില്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം അവരന്വേഷിക്കുന്നില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പോവും, ഞങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്യും, ഞങ്ങൾ പണം ഉണ്ടാക്കും, മടങ്ങി വരും. അപ്പോൾ ദൈവത്തെ അവരുടെ ഈ ബിസിനസ്സിനകത്തൊരു പങ്കാളിത്തം, ദൈവത്തിൻ്റെ ഒരു ആലോചന അവർക്ക് വേണ്ട. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. ഇതേ മാതിരി തന്നെ ഒരു ഉപമ കർത്താവ് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഈ വിളകളൊക്കെ എവിടെ സൂക്ഷിക്കണം അറിഞ്ഞുകൂടാ. കാരണം അവൻ്റെ ഭണ്ഡാരത്തിൽ കൊള്ളുന്നില്ല, അവന് കളപ്പുരയെ കൊള്ളത്തില്ല. അവൻ തീരുമാനിച്ചു പഴയ കളപ്പുര പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് പണിത് അതിനകത്ത് സകലവും ശേഖരിച്ചിട്ട് ഏറിയ ആണ്ടേക്ക് കഴിക്കുവാനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് അവൻ നന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ ആണ്ടേക്ക് നിനക്കുണ്ട്. ഉടനെ അവൻ കേട്ട ശബ്ദം എന്ന് പറയുന്നത്, മൂഢ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കായി? യാക്കോബ് തന്നെയാണ് പറയുന്നത്. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഇങ്ങനെ ചിന്തിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി, അതേ വ്യവസായം കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കി മടങ്ങി വരുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരോട് യാക്കോബ് ചോദിക്കുകയാണ് 11-ാം വാക്യത്തിൽ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്ന് പറയുകയാണ്. ഇതുതന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുക. രണ്ട് ഏകദേശം തുല്യമായിട്ടുള്ള അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇല്ലാതെയുള്ള നമ്മുടെ യാത്ര, ദൈവമില്ലാതെയുള്ള നമ്മുടെ എല്ലാ സംരംഭങ്ങളും അത് പരാജയമായിരിക്കും. ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷയങ്ങൾ പരസ്പരം പങ്കുവെച്ച്, നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ദൈവമക്കളുടെ പ്രത്യേകത ഉണ്ട്. അവർ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം ദൈവീതമാണെങ്കിൽ എന്ന് പറയാറുണ്ട്. നമ്മുടെ പ്രത്യേകത അതാണ്. നല്ല ശതമാനം ആൾക്കാരും അങ്ങനെ ഒരു പദം ഉപയോഗിക്കാറില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക, ദൈവീതമാണെങ്കിൽ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ദൈവീതം എന്നുള്ള പദം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കിടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് അറബികൾ അവിടെ കോമണായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഇഷ അള്ളാഹ്, ഇഷ അല്ലേ, അള്ളാഹ് അനുവദിക്കുന്ന പക്ഷം. പക്ഷെങ്കിൽ യഹൂദന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഡയലോഗില്ല, ഒരു പ്രത്യേകതയില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക്, ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെ പറയാറുണ്ട്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്ന് പറയാറുണ്ട്. എന്നാൽ സകല ആൾക്കാരും, സകല ക്രൈസ്തവരും ഉപയോഗിക്കുന്നൊരു പദമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോണം. നമുക്ക് കല്യാണക്കുറി അനേകം വീട്ടിൽ കൊണ്ടുവരും. കല്യാണക്കുറിക്കകത്ത് ബ്രാക്കറ്റിൽ DV എന്നടിച്ചിട്ടുണ്ട്. DV, വിച്ച് വിൽ ബി ബ്രാക്കറ്റ് DV വിൽ ബി സോളമനൈസ്ഡ്. അത് അടിച്ചവനും അറിയത്തില്ല അതിൻ്റെ അർത്ഥം, വീട്ടുകാർക്കും അറിയത്തില്ല. എല്ലാവരും അടിക്കുന്നു, ഞാനും അടിക്കുന്നു. ഇറ്റ് വിൽ ബി DV എന്ന് പറഞ്ഞാൽ ഡിയോ വോളൻ്റെ എന്ന, അതൊരു ലാറ്റിൻ വാക്കാണ്. ദൈവം അനുവദിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന സമയത്ത് ഇന്നിടത്ത് വെച്ച് നടക്കും എന്നാണ്. അപ്പോൾ മാത്രമേ ദൈവികമാണെങ്കിൽ എന്ന വാക്ക് അവർ ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം, ദൈവത്തെ വേണ്ട. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയ കാര്യത്തിനായാൽ പോലും,
ചെറിയ യാത്രയായാൽ പോലും, ചെറിയ സംരംഭങ്ങളായാൽ പോലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി ആവശ്യം ആണ്. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത്. അത് നല്ല ഉദ്ദേശമാണെങ്കിൽ, നല്ല ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്കെല്ലാം അനുകൂലമായ രീതിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ, ഏത് വിഷയമായാലും, ഉന്നത വിദ്യാഭ്യാസമായാലും ബിസിനസ് രംഗത്തായാലും ഏതായാലും, നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ദൈവസഭയോട് പറയുവാനായിട്ട് ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രം അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ചില വിഷയങ്ങൾ സഭയും കൂടി അറിയേണ്ട ആവശ്യമാണ്. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ വേണ്ടി പങ്കുവയ്ക്കാൻ പറ്റുമോ ആ വിഷയങ്ങളെല്ലാം പരസ്പരം പങ്കുവയ്ക്കുക. അനേകരുടെ പ്രാർത്ഥന പുറകിലുണ്ടപ്പോൾ എത്രയോ അനുഗ്രഹമാണ്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്നു. ഇവിടെ യാക്കോബ് പറയാണ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, യാക്കോബ് പറയുന്നത് ആ ആൾക്കാരുടെ വിശ്വാസം, അവർ പറയുകയാണ് ഞങ്ങൾ 1 വർഷം പോയി പണം ഉണ്ടാക്കി മടങ്ങി വരും. അവർ വ്യാപാരത്തിന് വേണ്ടി പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുന്നത് അവരെന്താണ്? കൃഷി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കുക. അപ്പോൾ വ്യാപാരിക്കും ദൈവത്തെ വേണ്ട, കൃഷിക്കാരനും ദൈവത്തെ വേണ്ട, രണ്ടു കൂട്ടർക്കും ദൈവത്തെ വേണ്ട. ഈ പോക്ക് വലിയ അപകടം പിടിച്ചായിരിക്കുന്ന പോക്കാണ്. മുടിയൻ പുത്രൻ അപ്പനോട് ഡിമാൻഡ് ചെയ്ത് അപ്പൻ്റെ എല്ലാം വാങ്ങിച്ച് കൈ നിറയെ പണവുമായിട്ട് പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ മടങ്ങി വരേണ്ടത് അതിൻ്റെ ഇരട്ടിയായിട്ട് സമ്പത്തുള്ളവൻ മടങ്ങി വരേണ്ടവനായിരുന്നു. പക്ഷെ അവൻ പോയതുപോലെയാണോ വന്നത്? അല്ല. പോയപ്പോൾ കൈ നിറയെ പോയി. സ്വാഭാവികമായിട്ട് മടങ്ങി വരുമ്പോൾ കൈ കൊള്ളാത്ത വിധത്തിൽ ഇരട്ടിയായിട്ട് മടങ്ങി വരേണ്ടവനായിരുന്നു. പക്ഷേ അവൻ്റെ ഉദ്ദേശമെല്ലാം മാറിപ്പോയി. ഉദ്ദേശശുദ്ധി മാറിപ്പോയി. അവൻ ലക്ഷ്യം മാറിപ്പോയി. അവൻ്റെ പദ്ധതികളെല്ലാം മാറിപ്പോയി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരു യാത്ര, അപ്പനെ പിണക്കിക്കൊള്ളായിരിക്കുന്ന ഒരു യാത്ര, അപ്പനെ ദുഷിച്ചുകൊള്ളായിരിക്കുന്ന ഒരു യാത്ര, അപ്പനെ വേണ്ട എന്ന് പറഞ്ഞുള്ളായിരിക്കുന്ന യാത്ര. മടങ്ങി വന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി മടങ്ങി വന്നു. വലിയ അനുഗ്രഹത്തോടെ മടങ്ങി വരേണ്ടവനായിരുന്നു. നിറഞ്ഞ കൈകളുമായിട്ട് നിറഞ്ഞ സന്തോഷത്തോടെ മടങ്ങി വരേണ്ടവനായിരുന്നു. എന്നാൽ അവൻ പോയതുപോലെയല്ല മടങ്ങി വന്നത് എന്ന് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നെങ്കിൽ, നമ്മുടെ പ്ലാനിങ് എല്ലാം നന്നായിരിക്കുന്നുവെങ്കിൽ ദൈവ ആ പ്ലാനിനെയും പദ്ധതിയെയും മാനിക്കും. യാക്കോബ് പറയുകയാണ്, നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ നാളെ എങ്ങനെ ആർക്കും അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അർത്ഥാൽ ഇപ്രകാരം യാക്കോബ് പറയാൻ, നാളെ നിങ്ങൾ ജീവനോടെ കാണുമോ എന്ന് ഉറപ്പുണ്ടോ? ഞാൻ പോയി വ്യാപാരം ചെയ്യും, പണമുണ്ടാക്കും, മടങ്ങി വരും, നാളത്തെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് യാക്കോബ് ചോദിക്കുകയാണ്. വളരെ ശക്തമായിട്ട് ചോദ്യമാണ് യാക്കോബ് ചോദിക്കുകയാണ്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ജീവൻ എന്ന് പറയുകയാണ്. ഈ വേദഭാഗം യാക്കോബ് സാദൃശ്യവാക്യം 27:1 നിന്ന് ആസ്പദമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇവർ എത്ര നാളത്തേക്കാണ് ബിസിനസ്സിന് പോകുന്നത്? ഒരാണ്ടത്തേക്കാണ് ബിസിനസ്സിന് പോകുന്നത്. അപ്പോൾ ധാരാളം പണം ഉണ്ടാക്കി നല്ല പദ്ധതി ഇട്ടിട്ടാണ് പോകുന്നത്. ദൈവം ചോദിക്കുന്നത്, നാളെ നിങ്ങൾ ഭൂമുഖത്തുണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുക. മനുഷ്യായുസിനെ പറ്റി യാക്കോബ് പറയുന്നത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ, ഒരു മൂടൽ മഞ്ഞല്ലോ നിങ്ങളുടെ ജീവൻ എന്ന് പറയുക. അല്പനേരത്തേക്കേ ഉള്ളൂ. നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിയുമ്പോൾ ചില സമയത്ത് മൂടൽ മഞ്ഞുണ്ടാവും. പെട്ടെന്നൊരു കാറ്റടിക്കുമ്പോൾ അത് മാഞ്ഞു പോകും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ പിന്നെയും മൂടൽ മഞ്ഞുണ്ട്. അതിങ്ങനെ മാഞ്ഞ് മറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. സ്ഥായിയായിട്ട് നിൽക്കുകയില്ല. നിങ്ങളുടെ ജീവൻ ഇതുപോലെയാണ്. മാഞ്ഞു പോകുന്ന
മഞ്ഞിന് സമാനമായി നിഴൽ പോലെയാണ് എന്ന് കാണുകയാണ്. മൂടൽ മഞ്ഞ് പോലെയാണ് എന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. അനിശ്ചിതത്വം നിറഞ്ഞാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈയോബ് മനുഷ്യജീവിതത്തെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. 8:9 വായിക്കുന്നുണ്ട്, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ എന്ന് പറയുക. എന്നിട്ട് വീണ്ടും യോബ് പറയുന്നുണ്ട്, എൻ്റെ ആയുഷ്കാലം ഓട്ടാളനേക്കാൾ അഥവാ ഓടുന്നവനേക്കാൾ വേഗം പോകുന്നു പറയുക. എൻ്റെ ആയുസ് ഓടിപ്പോകുന്നതിനെക്കാട്ടിലും വേഗത്തിൽ എൻ്റെ ആയുസ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 14:2 വായിക്കുന്നുണ്ട്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അവൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണമാകുന്നു. അവൻ പൂ പോലെ വിടർന്നു പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു പറയുക. അപ്പോൾ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെയാണ്, ഒരു മൂടൽ മഞ്ഞ് പോലെയാണ്. അതിങ്ങനെ മാറിപ്പോവുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഈ പ്രിയപ്പെട്ടവരുടെ ബിസിനസ്സിനെ എതിരെയല്ല സംസാരിക്കുന്നത്. നിങ്ങളെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് യാക്കോബ് പറയുന്നില്ല. ബിസിനസ്സിന് താല്പര്യത്തെ ഒരു ആക്രമിക്കുകയല്ല യാക്കോബ് ചെയ്യുന്നത്. ബിസിനസ് ഒരിക്കലും മോശമാണെന്നല്ല യാക്കോബ് പറയുന്നത്. ലോകത്ത് നല്ല ശതമാനം വിശ്വാസികൾ ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ വിശ്വാസ സമൂഹം നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ട്. കോൾഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസിയായിരുന്നു. കിട്ടുന്നതിൻ്റെ എല്ലാം അദ്ദേഹം ദശാംശം ആരംഭകാലത്ത് കൊടുത്തിരുന്നു. ആരംഭകാലത്ത് പിന്നീട് അദ്ദേഹം ചെയ്ത് ദശാംശം എടുത്തിട്ട് ബാക്കിയെല്ലാം ദൈവത്തിന് കൊടുത്തു. ആദ്യം ദശാംശം ദൈവത്തിന് കൊടുത്തു, പിന്നെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ആ 10% മാത്രം എടുത്തിട്ട് അദ്ദേഹം ബാക്കിയെല്ലാം ദൈവത്തിന് കൊടുത്തു. വിശ്വാസിയായിരുന്ന മനുഷ്യനാണ്. ഒരിക്കലും യാക്കോബ് വിശ്വാസികൾ ബിസിനസ് ചെയ്യരുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അതിന് ഒരിക്കലും യാക്കോബ് അങ്ങനെ പറയുകയല്ല. പക്ഷെ യാക്കോബ് പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തെ കൂടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നില്ല, ദൈവത്തെ ഉൾപ്പെടുത്തുന്നില്ല, ദൈവത്തെ മറന്നുള്ളായിരിക്കുന്ന യാത്രയാണ് അപകടം നിറഞ്ഞത് എന്ന് യാക്കോബ് പറയുകയാണ്. ഇവിടെ യാക്കോബിൻ്റെ പ്രശ്നം എന്താണ് യാക്കോബ് പറയുന്നു വരുന്നത്? 15-ാം വാക്യത്തിൽ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ പറയേണ്ടതിരുന്നത്? ഞങ്ങൾ ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് മടങ്ങി വരും, അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. ഇങ്ങനെയായിരുന്നു പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലോ പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമീപനങ്ങൾ? നമ്മുടെ ഓരോ സംരംഭങ്ങളിലും ഓരോ ഇടപാടുകളിലും ഏത് കാര്യങ്ങൾ ഏർപ്പെട്ടാലും ദൈവികമാണെങ്കിൽ എന്ന് നാം പറയാം. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്നത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള താല്പര്യം നമുക്ക് മനസ്സിലുണ്ടാകണം. ദൈവത്തോട് ചോദിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുണ്ടായി, ആ മോനെ വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോവുക ഉടനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവൻ പോയി കഴിയുമ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കാരണം അവന് ഏറ്റവും അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അവൻ്റെ അമ്മച്ചിയോടാണ്. കൊച്ചിലെ മുതലേ അവൻ്റെ അമ്മച്ചിയാണ് അവൻ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ അമ്മച്ചിയോട് പറഞ്ഞിട്ടേ സ്കൂളിൽ പോത്തു. വീടിനകത്ത് വെച്ച് അമ്മച്ചി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് വെളിയിറങ്ങുന്നത്. വെളി മുറ്റത്തിറങ്ങിയാലും അമ്മച്ചിക്ക് ഒന്നുകൂടെ ഉമ്മ കൊടുക്കട്ടെ പറഞ്ഞോട് ഓടിച്ചാൽ വീണ്ടും ഉമ്മ കൊടുത്തിട്ട് സ്കൂളിൽ പോകും. അവൻ എവിടെ പോയാലും ഫോൺ ചെയ്യുന്നത് അമ്മച്ചിക്കാണ്. അപ്പനമ്മയും വിളിക്കത്തില്ല, അമ്മച്ചിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവൻ ഈ ദേശത്ത് പോയി കഴിയുമ്പോൾ അവൻ എങ്ങനെയായിത്തീരും? അമ്മച്ചിയുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ്. അമ്മച്ചിയോട് ചോദിച്ചിട്ട് അമ്മച്ചി പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകാറുണ്ട്. ഇതുതന്നെ ഞാൻ പ്രിയപ്പെട്ടവരെ യാക്കോബ് ഉദ്ദേശിച്ചത്. എന്താ ചെയ്യേണ്ടത്? നാം ദൈവത്തോട് ചോദിക്കുക. കർത്താവേ, നിൻ്റെ ഇതം എന്താണ്? നീ എന്നെ അനുവദിക്കുന്നുണ്ടോ?
ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് യാക്കോബ് ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടി നാം ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് ശുഭമായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് ദൈവഹിതമായാൽ, ദൈവം അനുവദിച്ചാൽ, ദൈവം സഹായിച്ചാൽ എന്നല്ലയോ നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ പോകും, ഞങ്ങൾ ബിസിനസ് നടത്തുമെന്നല്ല, ദൈവം അനുവദിച്ചാൽ എന്നല്ലയോ പറയേണ്ടത് എന്ന് പറയുകയാണ്. പൗലോസ് ഒരിക്കൽ എഫെസോസിലായിരുന്നപ്പോൾ അവിടെ വെച്ച് പൗലോസ് ഇപ്രകാരം അവരോട് പറഞ്ഞിട്ട് പോവുകയാണ്, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും, ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പൗലോസ് പറഞ്ഞിട്ട് എഫെസോസ് വിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പൗലോസിൻ്റെ ആ ഒരു ഹൃദയത്തിലെ ചിന്ത ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ദൈവത്തെ അവൻ മുൻനിർത്തുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എല്ലാ സംഭാഷണങ്ങളിലും, നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ ശുശ്രൂഷ രംഗത്തും, നമ്മുടെ സർവ്വ ഇടപാടുകളൊക്കെ ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു സംഗീതം പറയുകയാണ്. എപ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നാം എല്ലാം ചെയ്യുവാൻ. അല്ലാതെ പോന്നായിരിക്കുന്ന യാത്ര അപകടമായിരിക്കുമെന്ന് യാക്കോബ് ഉപദേശിക്കുകയാണ്. 16-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങളോ വൻപ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകും. നിങ്ങൾ വൻപ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ബോസ്റ്റ് ഇൻ യുവർ അറഗൻസ്, നിങ്ങളുടെ ധാർഷ്ട്യത്തിൽ നിങ്ങൾ പ്രശംസിക്കണം. അതായത് അതിൻ്റെ അർത്ഥം, നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് പറഞ്ഞ് ധാർഷ്ട്യം കാണിക്കുക. എന്തുകൊണ്ടാണ് കാണിക്കാൻ കാരണം? ഞങ്ങൾ പോയി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കും, അതിലെന്ത് ചെയ്യുന്നു? അന്ന് ധാർഷ്ട്യം കാണിക്കുന്നു, ധാർഷ്ട്യത്തെ പ്രശംസിക്കുകയാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് പ്രശംസിക്കുകയാണ്, ഒന്നും എന്നെ ബാധിക്കത്തില്ല എന്നോർത്തം പ്രശംസിക്കുകയാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുകയാണ്. യാക്കോബ് പറയുന്നത് എത്ര സ്പഷ്ടമാണ്, നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇത്തരം പ്രശംസകൾ ദോഷമാണ് എന്ന് പറയുകയാണ്. നമുക്ക് പ്രശംസിപ്പാനായിട്ട് എന്താണുള്ളത്? എന്തിനെ ഓർത്താണ് നമുക്ക് മുഴുവനായിട്ടുള്ളത്? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്, മഞ്ഞ് പോലെ മാത്രമാണ്, മൂടൽ മഞ്ഞ് പോലെയാണ്. ഇന്ന് കാണുന്നു, അടുത്ത നിമിഷം എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യൻ്റെ ആയുസ് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഏകദേശം 50 പേരാണ് കുവൈറ്റിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അഗ്നിക്കിരയായി തീർന്നു. വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ഉണ്ടായിരുന്നു. എത്രയോ ദുഃഖവും ദാരുണമായിരിക്കുന്ന വിഷയമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന് ചേർക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതമാണ്. നാളെ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടെ. ഇന്ന് നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ മഹാമാരി കഴിഞ്ഞ ശേഷമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആരോടൊക്കെ പറയുണ്ടായി, അനേക ചെറുപ്പക്കാരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ധാരാളം ആൾക്കാരെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നാളത്തെ അവസ്ഥയെപ്പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഒരിക്കലോട് പറഞ്ഞിട്ട് ചിന്തിക്കുകയാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി ഒരിക്കൽ താനും തൻ്റെ ഭാര്യയും ചേർന്നുകൊണ്ട് ഒരു ഓപ്പൺ ജീപ്പിൽ കൂടി ഇങ്ങനെ ന്യൂയോർക്കിൻ്റെ സ്ട്രീറ്റിൽ കൂടി കടന്നു പോവുകയാണ്. ഇരു സൈഡിൽ നിന്നുകൊണ്ട് ധാരാളം ആൾക്കാർ കൈവീശി അവരെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ ഇവരെല്ലാം കണ്ടുകൊണ്ട് അഭിവാദ്യങ്ങളെല്ലാം അർപ്പിക്കുന്നത് കണ്ടുകൊണ്ട് അവൾ വിളിച്ചു പറയാണ്, ഐ ആം ദി മോസ്റ്റ് ഫോർച്ചുനേറ്റ് വുമൺ ഇൻ ദ വേൾഡ്, ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണ് എന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് വണ്ടിക്കകത്ത് വീണു, നിശ്ചലനായി തോന്നുന്നു. ഉടനെ ആ സ്ത്രീ വിളിച്ചു പറയാണ്, ഐ ആം ദി മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് വുമൺ ഇൻ ദ വേൾഡ്, ലോകത്തിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യവതിയായ സ്ത്രീ ഞാൻ. പ്രിയപ്പെട്ടവരെ,
ഒന്നിനെ ഓർത്ത് പ്രശംസിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഒന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. യിരെമ്യാ പ്രവൃത്തി വായിക്കുന്നുണ്ട്, 9:23 വായിക്കുന്നുണ്ട്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. യഹോവയായ ദൈവം ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിച്ചിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കട്ടെ. അപ്പം നമുക്ക് പ്രശംസിക്കുവാൻ ആരിലാണ് ഉള്ളത്? ദൈവത്തിൽ പ്രശംസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആയിരിക്കുന്ന യാത്രയാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇല്ലാത്തയുള്ള ആയിരിക്കുന്ന യാത്ര അത് അപകടമായിരിക്കും എന്ന് കാണുവാൻ കഴിയുകയാണ്. അവസാനമായിട്ട് 12-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നാം പ്രകാരം വായിക്കുന്നുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം. നന്മ ചെയ്യുവാൻ അറിയാമായിരുന്നിട്ടും ചെയ്യുന്നില്ല എങ്കിൽ അത് പാപം. അതായത് നല്ലത് ചെയ്യാൻ നിനക്കറിയാം, ദൈവത്തെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിനക്ക് അറിയാം, ദൈവമില്ലാത്ത യാത്ര അപകടമാണെന്നറിയാം, ദൈവാലോചന ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് അപകടമാണെന്നറിയാം. അതറിയാമായിരുന്നിട്ടും ചെയ്യാതിരിക്കുന്നത് എന്താണ്? പറഞ്ഞു വരുന്ന വിഷയത്തോട് ബന്ധത്തിൽ വേണം ഈ വാക്യം ചിന്തിക്കാൻ. ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ദൂരയാത്ര പോയി എന്തൊക്കെയോ ചെയ്ത് മടങ്ങി വരുവാണ് നിന്റെ പദ്ധതി. പക്ഷെ നന്മ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നന്മയെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്ത് ആണ് നീ ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് അറിയാം, അറിയാൻ പറ്റുന്നതല്ല. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് കലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം റൈറ്റ് എന്ന, നന്മയെന്നല്ല, റൈറ്റ്, നല്ലത്. നല്ലത് എന്താണ് ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് അറിയാം, നന്മയെന്നല്ല, അതിൻ്റെ അർത്ഥം റൈറ്റ്, നല്ല കാര്യം എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. അതായത് ഇവിടുത്തെ വിഷയം പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവത്തെ എപ്പോഴും മുൻനിർത്തിക്കൊണ്ട് ചെയ്യണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, ദൈവീയ പ്രമാണങ്ങളെ നന്നായിട്ട് അറിയാം, ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി നന്നായിട്ട് അറിയാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, എൻ്റെ പദ്ധതികളെല്ലാം ദൈവം ഉണ്ടായിരിക്കണമെന്ന് നന്നായിട്ടറിയാം. അതായത് ഗുണപരമായിട്ട് നല്ലത്, ധാർമ്മികമായിട്ട് മികച്ചത്, ബഹുമാനത്തിന് യോഗ്യമായത്, ഉദാത്തമായത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം, കലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഗുണപരമായ കാര്യങ്ങൾ എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം, ഉദാത്തമായത് എന്താണെന്നറിയാം, ധാർമ്മികമായിട്ടുള്ള എന്താണെന്നറിയാം, എങ്ങനെ ചെയ്താൽ ഗുണമായി തീരുമെന്ന് നിനക്കറിയാം. അപ്പോൾ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ആരെ ചേർക്കാതിരുന്നത്? ദൈവത്തെ ചേർക്കാതെ ഇരുന്നത്. യാക്കോബ് പറഞ്ഞത്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇന്നതിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് എന്ന് യാക്കോബ് പറയുന്നുണ്ട്. അതായത് ഇത് ദൈവത്തെ കൂടി എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. അറിയാമായിരുന്നിട്ടും ചെയ്യാതിരിക്കുന്നത് എന്താണ്? അത് പാപമല്ലോ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ രാത്രികാലം ഓർപ്പിക്കട്ടെ, നമുക്ക് പ്രമാണങ്ങൾ അറിയാം, നമുക്ക് ഉപദേശങ്ങൾ അറിയാം, സഭയുടെ ആചാരങ്ങളെപ്പറ്റി നമുക്ക് നന്നായിട്ടറിയാം, അനുഷ്ഠാനങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാം, നമ്മുടെ പൂർവികന്മാർ കാണിച്ച മാതൃക നമുക്കറിയാം, സഭയിൽ ലഭിക്കുന്ന പരിശീലനങ്ങളെല്ലാം നമുക്കറിയാം. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും കണ്ടില്ല എന്നടിച്ചുകൊണ്ടുള്ള യാത്ര എത്രയോ അപകടമാണ് എന്നാണ് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിച്ചു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവജനം എല്ലായ്പ്പോഴും ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. നാം അനേക പ്രാവശ്യം ചിന്തിച്ചൊരു വാക്യമുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം നടക്കത്തില്ല. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത, നേര്, ദൈവമായിട്ടുള്ള അയക്കുന്ന ബന്ധം വളരെ ഊഷ്മളമാണെങ്കിൽ
നമ്മുടെ ബന്ധം എന്ന് പറയാൻ കർത്താവുമായുള്ള ബന്ധം വളരെ ഊഷ്മളമാണെന്നുണ്ടെങ്കിൽ ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. അവൻ നമുക്ക് പോയിടുന്ന വഴി കാണിച്ചു തരും, മാർഗങ്ങളെല്ലാം ദൈവം ഒരുക്കിത്തരും, ഏതും ഫേവറബിളായിത്തീരും, എല്ലാം അനുകൂലമായ ദൈവം കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ ആയിരിക്കുന്ന ബന്ധം. എല്ലായ്പ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുക, എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എനിക്കൊരു സഹോദരനെ പറ്റി അറിയാം. അവൻ കൊച്ചിലെ മുതലേ ദൈവാശ്രയമുള്ളായിരിക്കുന്ന ഒരു മകനാണ്. പ്രായം ചെന്നു, അവൻ കോളേജിൽ പഠിത്തം കഴിഞ്ഞു, അവൻ വിദേശത്ത് യാത്ര പോയി. അവൻ ചെറുപ്രായം മുതലേ അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ പോക്കറ്റിനകത്ത് ചെറിയ ഗിഡയൻസിൻ്റെ ബൈബിൾ വെച്ച് പോക്കറ്റ് വെച്ച് ചെറിയ ഗിഡയൻസ് ബൈബിൾ. അവന് ചെറുപ്രായം മുതലേ അവൻ്റെ സ്വഭാവമുണ്ട്. പ്രായം ചെന്ന് വലിയ കമ്പനിയിൽ വലിയ ഉദ്യോഗത്തിൽ കയറി വലിയ പദവിയിൽ എത്തിയിട്ടും അവൻ്റെ പോക്കറ്റിലെ ബൈബിള് സൂക്ഷിച്ചു. അപ്പം ദൈവത്തിലായിരിക്കുന്ന സ്നേഹം, ആ ബൈബിൾ അവൻ്റെ പോക്കറ്റിൽ വെക്കുക എന്നുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ്റെയൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് എപ്പോഴും ഉണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു ഉത്ബോധമാണ് എന്നെ ഭരിക്കുന്നത്. ഞാൻ ദൈവത്തെ, അവൻ എന്നോട് കൂടെയുണ്ട്. ദൈവം പോക്കറ്റിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ ചിന്ത ദൈവം എന്നോട് കൂടെ ഉള്ളതായിരിക്കുന്ന വലിയ ഉൾപ്രേരണയാണ്. അതുകൊണ്ട് വലിയ ഒരു ധൈര്യത്തോടു കൂടിയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, നാം പോകുന്ന ഇടങ്ങളിൽ ദൈവം നമ്മോട് വരുന്നുണ്ടോ? ദൈവത്തെ കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നാം പോകാറുണ്ടോ? ഒരിക്കലും പെൺകുട്ടി ഹോസ്റ്റലിൽ പാർക്കുകയാണ്. അവളെ കൂട്ടുകാരെല്ലാം അവളെ വിളിക്കുകയാണ്, നമുക്ക് നാളെ ഒരു സിനിമ കാണാൻ പോകാമെന്ന് പറയും. അവൾ വിശ്വാസിയായിരിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ ഉടനെ അവിടെ ഡാഡിക്ക് വിളിച്ചു ചോദിച്ചു, ഡാഡി, കൂട്ടുകാരെല്ലാം സിനിമ കാണാൻ പോവുകയാണ്, നല്ലൊരു സിനിമയാണ്, എല്ലാവരും പോവുകയാണ്, ഞാനും പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ആ അപ്പം പറഞ്ഞു, നീ പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, നീ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ നീ വയ്ക്കോ, സാരമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇതുവരെ ഈ സ്റ്റേജ് കൊണ്ട് എത്തിയിരിക്കുന്ന യേശു കർത്താവ് നിന്നോടുകൂടി സിനിമ തിയേറ്റർ വരുമെന്നുണ്ടെങ്കിൽ നീ പൊക്കളാൻ പറഞ്ഞു. ഉടനെ അവളോട് ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ കർത്താവ് സിനിമാ കോട്ടയിലോട്ട് വരത്തില്ല. അവളുടെ പത്രികയിൽ പിന്മാറുവേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം പോകുന്ന വഴികളിൽ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. നാം ദൈവത്തെ എപ്പോഴും മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംരംഭങ്ങളിലെല്ലാം, നമ്മുടെ എല്ലാ പഠനരംഗത്തും, സ്കൂൾ രംഗത്തും, ഏത് മേഖലയായാലും ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ നീ പോകുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും എന്ന് കാണുവാൻ കഴിയും. നീ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അശുഭമായിരിക്കും എന്ന് കാണുകയാണ്. ഇവിടെ യാക്കോബ് പറഞ്ഞ എത്രയോ പ്രായോഗികമായ വിഷയങ്ങളെപ്പറ്റിയാണ് യാക്കോബ് ഓർപ്പിക്കുന്നത്. എത്രയോ പ്രാക്ടിക്കലാണ്, നമുക്ക് അനുവർത്തിക്കാൻ പറ്റിയ എന്ത് നല്ല കാര്യങ്ങളാണ് യാക്കോബ് പറയാം. ഞാനത് വായിച്ചു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തോടെയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികമായ തലങ്ങളോട്ട് യാക്കോബ് ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങളുടെ ദൈവമായിട്ടായിരിക്കുന്ന ബന്ധം എത്ര ഊഷ്മളമായിരിക്കണമെന്ന് വളരെ അടിവരയിട്ട് പറയുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അപ്രകാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? പാപമാണ്. അപ്പോൾ നമുക്കിതെല്ലാം അറിയാം, പ്രമാണമെല്ലാം നമുക്കറിയാം. ആകയാൽ നാം അറിഞ്ഞ ഉപദേശത്തിൽ, അറിഞ്ഞ പ്രമാണത്തിനനുസരിച്ച്, പ്രാപിച്ച ആത്മീയ കാഴ്ചപ്പാടിനനുസരിച്ച്, നമുക്ക് ഉപദേശിച്ചതായിരിക്കുന്ന ആ പ്രമാണങ്ങൾക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് നമ്മുടെ ജീവിതയാത്ര നയിക്കാം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയില്ല. യാക്കോബ് പറയുന്ന പോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ കൈകളും എപ്പോഴും ശുദ്ധമായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.